എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ കൊല്ലം ജില്ലയിലെ കടക്കലാണ് സ്ഥലം. ഞാൻ കഴിഞ്ഞ ആഴ്ച കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ സംസാരിച്ചിരുന്നു. എൻ്റെ ആദ്യത്തെ ക്ലാസ് ഞാൻ തുടങ്ങുകയാണ്. അതിൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ആഴ്ച PSC നടത്തിയ ഒരു ഇന്ത്യൻ പരീക്ഷ ഉണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സംഭവങ്ങളിൽ ഒന്ന് കൊടുത്തത് ഇങ്ങനെയാണ്: നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. 3 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഈ 3 പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. അതിന് ഉത്തരം ലാഹോർ സമ്മേളനമായിരുന്നു. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ബേസും അതിൻ്റെ കണ്ടന്റ് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത് 1885 ഡിസംബർ 28 ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് നിലവിൽ വരിക. തുടർന്ന് എല്ലാ വർഷങ്ങളിലും ഇന്ത്യയുടെ പല നഗരങ്ങളിലായിട്ട് കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങൾ കൂടിയിരുന്നു. അങ്ങനെ കൂടിയ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനവും. ഈ ലാഹോർ സമ്മേളനം ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് എന്ന് വെച്ചാൽ അർത്ഥം നോക്കുക. ഈ ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യം വേണം എന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്ന ഒരു സമയമാണ്. അതാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത. ആ പ്രമേയം പാസ്സാക്കിയാണ് ചെയ്തത്, അത് ഞാൻ പറയാം. നോക്കുക, ഒന്നാമത്തെ പോയിന്റ്, പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമ ലക്ഷ്യം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നെഹ്റു വരികയാണ്. അതിന്റെ പ്രത്യേകത കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം യുവനിരയിലേക്ക് എത്തുന്ന ഒരു രംഗമാണ് തുടങ്ങുന്നത്. മൂന്നാമത്തെ പോയിന്റ്, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അധികം റാങ്ക് ഫീൽഡ് ഒന്നും കാണുന്നില്ല. അതായത് പൂർണ്ണ സ്വരാജ് പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കുന്നത് 1929 ഡിസംബർ 19 ലാഹോർ സമ്മേളനത്തിലൂടെയാണ് ഇത് പാസ്സാക്കുന്നത്. തുടർന്ന് 1929 ഡിസംബർ 31 അർദ്ധരാത്രി ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിലെ രവി നദിക്കരയിൽ വെച്ച് നമ്മുടെ കോൺഗ്രസ് അന്നത്തെ അധ്യക്ഷനായിരുന്ന നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട്, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് അത് ഉയർത്തിയത് എന്നാണ് പറയുന്നത്. അതിന്റെ മുദ്ര ചർക്കയായിരുന്നു. തുടർന്ന് 1930 ജനുവരി 26 രാജ്യമെമ്പാടും ഇതിയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുക തന്നെ ഇന്ത്യൻ ജനത നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്ന് 1930 ജനുവരി 26 പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി അത് കൂടാതെ തന്നെ എല്ലാ വർഷവും, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ എല്ലാ വർഷവും ജനുവരി 26 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ദേശീയ പതാക നമ്മൾ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ആഗസ്റ്റ് 15 എല്ലാ വർഷവും ആഘോഷിക്കില്ലേ, അതുപോലെ അന്ന് 47 വരെ നമ്മൾ ആഘോഷിക്കുന്നതാണ്. ഈ ജനുവരി 26 എല്ലാ വർഷവും ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യമായിട്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു പോയിന്റാണ് 1930 ജനുവരി 26 ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഞാൻ ആ തൊട്ട് 9 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. തേർഡ് പോയിന്റ്, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നതാണ് 1929 ഡിസംബർ 19. എന്നാൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്നത് 1930 ജനുവരി 26 2 പോയിന്റ് നോട്ട് ചെയ്യുക. പ്രധാനപ്പെട്ട പോയിന്റാണ്. കൂടാതെ അടുത്ത പോയിന്റ്, സിവിൽ ആജ്ഞ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. കൂടാതെ അന്നത്തെ പ്രവിശ്യ നിയമസഭകളിലടക്കം നിയമസഭകളിലേക്കുള്ള ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ട എന്നും നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രാജിവെക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നു. കൂടാതെ ഈ മുകളിൽ പറഞ്ഞ തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ചില തീരുമാനങ്ങൾ, ലാഹോറിലെ തീരുമാനങ്ങളിൽ ചിലതിനകത്ത് കോൺഗ്രസിന്റെ ഇടതുപക്ഷ വിങ്ങിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിൽ സുഭാഷ് ചന്ദ്രബോസ്, ശ്രീനിവാസ് അയ്യർ എന്നിവർ കോൺഗ്രസിൽ നിന്ന് മാറി കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് രൂപം കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇതത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളായി നമുക്ക് പഠിക്കാനുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ റെസൊല്യൂഷനും അതുപോലെ തന്നെ ലാഹോർ പ്രഖ്യാപനവും പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യുക. എല്ലാവർക്കും നന്ദി.